കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ള കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം, അതിൽ ശബ്ദം, ദൈവത്തിൻ്റെ ദൂത് നമ്മുടെ ഹൃദയത്തിന് ബലമായി, നമ്മുടെ ജീവിതത്തിന് ചൈതന്യമായി തീരത്തക്ക നിലയിൽ പരിശുദ്ധാത്മാവ് ആഴവും ശക്തവുമായി ഇടപെടുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. വചനം കേൾക്കുന്ന ദൈവമക്കൾക്ക് യേശുവിൻ്റെ നാമത്തെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 12-ാം വാക്യം. ഉടനെ അവൻ എഴുന്നേറ്റ് കിടക്കിയെടുത്ത് എല്ലാവരും കാണെ പുറപ്പെട്ടു. അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ചു. ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇന്ന് പരിശുദ്ധാത്മാവ് വളരെ നമുക്ക് സുപരിചിതമായ ആ തിരുവെഴുത്തുകളിൽ നിന്ന് അതിശക്തമായി ഇടപെടുന്ന ദൈവത്തിൻ്റെ ആലോചന ഇപ്രകാരമാകുന്നു: ഉടനെ നടക്കുന്ന ഒരു ദൈവപ്രവൃത്തി. നിശ്ചലമായി കിടക്കുന്ന വിഷയത്തിന്മേൽ, സ്തംഭനാവസ്ഥയിൽ നിൽക്കുന്ന വിഷയത്തിന്മേൽ ഒരു ചലനം പോലും ഇല്ലാതെ വർഷങ്ങളായി, സംവത്സരങ്ങളായി ഒരേ അവസ്ഥയിൽ തുടരുന്ന ആ വിഷയത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ, പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ ദൂത് ഇതാ. ഉടനെ ഒരു ദൈവപ്രവൃത്തി, ഉടനെ ഒരു ദൈവിക വിടുതൽ ജീവിതത്തിൻ്റെ തലങ്ങളിൽ സ്വർഗം വെളിപ്പെടുത്താൻ പോകുന്നു. ദൈവത്തിൻ്റെ പൈതലേ, ഹൃദയത്തിൻ്റെ തലങ്ങളിലേക്ക് ആഴമായി പരിശുദ്ധാത്മാവ് ഈ ദൂത് പകരുക. 2-ാം അധ്യായം പക്ഷവാതക്കാരനെ 4 ആൾ ചേർന്ന് ചുമന്നുകൊണ്ടുവരുന്ന ചരിത്രം രേഖപ്പെടുത്തുന്നല്ലോ. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തോട് ആ ദൂത് ഇടപെടുക. നാളുകളായി ചുമക്കുന്ന വിഷയം ഇനി ചുമക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. നാളുകളായി വഹിക്കുന്ന വിഷയം ഇനി വഹിക്കുക ദൈവം സമ്മതിക്കത്തില്ല. നാളുകളായി സഹിക്കുന്ന വിഷയം ഇനി സഹിക്കുക ദൈവം സമ്മതിക്കത്തില്ല. നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയം ഇനിയും ആ വിഷയത്തിനായി പ്രാർത്ഥിക്കുക ദൈവം സമ്മതിക്കത്തില്ല. ഉടനെ അതിൻ്റെ ഭാവത്തിന് മാറ്റം വരുത്താൻ പോവുക, അതിൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്താൻ പോവുക. ആ നിലവാരത്തിലെ പരിശുദ്ധാത്മാവ് അതിശക്തമായി ദൂത് ഇടപെടുന്നത് ഇന്ന് വചനം ആഴത്തിൽ വിശ്വസിക്കട്ടെ. ഉടനെ എൻ്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങളുണ്ട്. ഉടനെ എൻ്റെ തലമുറയുടെ ജീവിതത്തിൽ ചില വ്യതിയാനങ്ങളുണ്ട്. ആ നിലയിൽ കർത്താവ് മാനിക്കാൻ പോകുന്നു. ആ നിലയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്താൻ പോകുന്നു. പരിശുദ്ധാത്മാവ് ആഴമായി തൊടുന്ന ദൂത്. ഇനി ആ വിഷയം ചുമക്കണ്ട വരത്തില്ല. ഇനി ആ വിഷയം ദൈവത്തിൻ്റെ പൈതലെ തോളിൽ നിന്ന് ദൈവം ഇറക്കാൻ പോവുക. ഹൃദയത്തിൽ നിന്ന് അത് ഇറക്കാൻ പോവുക. ഹൃദയത്തിലെ ഭാരം നാളുകളായി ചുമക്കുവല്ലേ, വർഷങ്ങളായി ചുമക്കുവല്ലേ. പരിശുദ്ധാത്മ പറയുന്നു, ഉടനെ ഒരു പ്രതിക്രിയയുണ്ട്, ഉടനെ ഒരു വിടുതലുണ്ട്. ആ നിലവാരത്തിലാ ദൈവത്തിൻ്റെ കരവും ദൈവത്തിൻ്റെ ശക്തിയും വെളിപ്പെട്ട് വരാൻ പോകുന്നത്. വചനം പറയുന്നു, ഉടനെ അവൻ എഴുന്നേറ്റ് കിടക്കിയെടുത്ത് എല്ലാവരും കാണെ പുറപ്പെട്ടു. എല്ലാവരും കാണെ. ദൈവത്തിൻ്റെ വൈതിലേ, നിനക്കൊരു പുറപ്പാടുണ്ട്. എല്ലാവരും കാണെ. നിനക്കൊരു എഴുന്നേൽപ്പുണ്ട്. എല്ലാവരും കാണെ. നിനക്കൊരു ഉയർപ്പുണ്ട്. ആ നിലവാരത്തിലാ ദൈവത്തിൻ്റെ ശക്തിയുടെ പ്രവൃത്തി മണ്ഡലങ്ങൾ ദൈവം വെളിപ്പെടുത്താൻ പോകുന്നത്. എല്ലാവരും കാണെ. നീ ക്ഷീണിച്ച് നടക്കുവല്ല. എല്ലാവരും കാണെ. നീ തലകുനിച്ച് നടക്കുകയല്ല. എല്ലാവരും കാണെ. ഇന്നും ഈ അവസ്ഥ ദൈവത്തിൻ്റെ പൈതലേ, അതിനൊരു മാറ്റമാണെന്ന് പരിശുദ്ധാത്മാവ് വചനം കേൾക്കുന്ന, ഭാരത്തോടെ ആയിരിക്കുന്ന കുടുംബങ്ങളോട്, ജീവിതങ്ങളോട് അതിശക്തമായി ദൂത് കൈമാറുക. ആഴത്തിൽ വിശ്വസിക്കട്ടെ. അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ചു എന്നാ പറഞ്ഞ്, വിസ്മയിച്ചു. ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി വെളിപ്പെട്ട നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു മഹത്വം എൻ്റെ വിഷയത്തിലൊന്ന് തൊട്ട് കഴിഞ്ഞാൽ പലർക്കും ഒരു വിസ്മയമായി തീരും. കാരണം എന്നെ കൊണ്ട് കഴിയാത്തത്, എൻ്റെ കുടുംബത്തെ കൊണ്ട് കഴിയാത്തത് എൻ്റെ യേശുവിനാൽ സാധിച്ചതുകൊണ്ട്, എൻ്റെ യേശുവിനാൽ അത് പ്രവൃത്തിയായി വെളിപ്പെട്ട് വന്നതുകൊണ്ട് മറ്റുള്ളവർക്കത് വിസ്മയമാ, മറ്റുള്ളവർക്കത്
എനിക്കത് വിസ്മയമാണ്. എൻ്റെ സ്ഥിതിയൊന്ന് മാറിയ അതൊരു വിസ്മയമാണ്. എൻ്റെ അവസ്ഥയ്ക്കൊരു മാറ്റം വരുത്തിയ അതൊരു വിസ്മയമാണ്. കാരണം ഇത് ദൈവത്താൽ വരുന്നതാ, ഇത് കർത്താവിനാൽ വരുന്നതാ, ഇത് സ്വർഗത്തിൻ്റെ പദ്ധതിയാ, ഇത് ദൈവത്തിൻ്റെ പ്ലാനാ, ഇതിനകത്ത് ദൈവത്തിൻ്റെ ശക്തിയാ ചലിച്ചിരിക്കുന്ന വ്യക്തമായ ബോധ്യം ജനത്തിൻ്റെ മധ്യേ കടന്നു വരും. കാരണം അത് അസാധാരണമായി തലമായി മാറുന്നു. വിസ്മയിക്കത്തക്ക നിലയിലുള്ള ഉടനെ ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ തലങ്ങളെ സ്വർഗമിതാ വെളിപ്പെടുത്താൻ പോകുന്നു. പരിശുദ്ധാത്മാവ് അതിനകത്ത് ആഴമായി ഇടപെടുന്നൊരു ദൂത് ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല. ദൈവത്തിൻ്റെ പൈതലെ ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല. ചില കാണാത്ത വാഗ്ദത്തങ്ങൾ കാണാൻ പോവാം. ഇന്നുവരെ കാണാത്ത നന്മകൾ ജീവിതത്തിൽ കാണാൻ പോവുക. തലമുറയുടെ ഭാവി ഇന്നുവരെ കണ്ടിട്ടില്ല. ആ അനുഗ്രഹം ഇന്നുവരെ കണ്ടിട്ടില്ല. ആ ഒരു ഉയർച്ച ഇന്നുവരെ കണ്ടിട്ടില്ല. ദൈവത്തിൻ്റെ വൈതലെ ഇന്നുവരെ കാണാത്തതാ ജീവിതത്തിൽ കാണാൻ പോകുന്നു. വിശ്വസിച്ച് ദൂതേറ്റെടുത്തോ, ദൈവം ആ ദൂതന്മേൽ ചലിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ശക്തമായി ഇടപെടുക. ഇന്നുവരെ കാണാത്ത വിടുതലുകൾ, ഇന്നുവരെ കാണാത്ത നന്മകൾ, ഇന്നുവരെ കാണാത്ത ദൈവപ്രവർത്തികൾ ഞാൻ വിശ്വസിക്കുമ്പോൾ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ എൻ്റെ ദൈവത്തോട് അടുക്കുമ്പോൾ നിശ്ചയമായി അത് വെളിപ്പെട്ട് വരും. കർത്താവ് അപ്രകാരം സഹായിക്കാൻ പോകുന്നു. ദൈവം അങ്ങനെ അനുഗ്രഹിക്കാൻ പോകുന്നു. ഉടനെയുള്ള ഒരു ദൈവപ്രവൃത്തി, ഉടനെയുള്ള ദൈവിക വിടുതൽ അത് ജീവിതത്തിൻ്റെ തലങ്ങളിൽ സ്വർഗമിതാ വെളിപ്പെടുത്താൻ പോകുന്നു. കർത്താവ് സഹായിക്കും, ദൈവം അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കട്ടെ. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് കേൾപ്പിച്ച ദൂതനായി സ്തോത്രം, ആലോചനയ്ക്കായി സ്തോത്രം. ജനത്തെ സഹായിക്കണം. അവരുടെ അവസ്ഥയെ സാഹചര്യങ്ങളുടെ മേൽ കർത്താവേ വേഗത്തിൽ ഉടനെ ഇന്നുവരെ വെളിപ്പെടാത്ത മഹത്വവും വിസ്മയിക്കുന്ന ദൈവപ്രവർത്തികളും കർത്താവ് അയക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.